Hello friends, welcome back to my channel Radwa's Art and Craft. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്കൂൾ ഓപ്പൺ ചെയ്ത ശേഷമുള്ള പഠിക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നേരെ വീഡിയോ. ഇതെൻ്റെ മാത്സ് ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ എനിക്ക് ഹോംവർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ഹോംവർക്ക് ചെയ്യാം. ഇതങ്ങനെ യൂസാക്കാത്തൊരു ബുക്കാട്ടോ. അതിന് യൂസാക്കാറില്ല. നോട്ട് ബുക്കാണ് മെയിൻ. മാം ഹോംവർക്ക് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ആട്ടോ. ഡാറ്റ ഹാൻഡിലിംഗ് ആണ് പേര്. നമുക്ക് മാം തന്ന ഹോംവർക്ക് ഏതാണ് നോക്കാം. പേജ് നമ്പർ 47, ക്വസ്റ്റ്യൻ നമ്പർ 6. പേജ് നമ്പർ 47 എടുക്കുക കേട്ടോ. 30 എത്തി ഗൈസ്. അങ്ങനെ മറിച്ച് ലാസ്റ്റ് 48 പിന്നെ 47. എക്സസൈസ് 3.1 ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് പഠിപ്പിക്കുന്നുള്ളത് ഡാറ്റ ഹാൻഡ്ലിംഗ് ആണ്. ഇപ്പോൾ ടോപ്പിക് എന്ന് വെച്ചാൽ അരിത്മെറ്റിക്, മീൻ, റേഞ്ച്, അതുപോലത്തെ കുറച്ച് കാര്യങ്ങളായിട്ട് പഠിപ്പിക്കുന്നുള്ളത്. നമ്മൾ 6th ക്വസ്റ്റ്യൻ എടുക്കാം കേട്ടോ. അതിൽ A and B അതൊക്കെ ഉണ്ട്. നമുക്കതെടുക്കാം. പിന്നെ അത് ഫസ്റ്റ് വായിച്ചൊക്കെ നോക്കി. പിന്നെ നോട്ട് ബുക്ക് എടുത്തിട്ട് ഇപ്പോൾ തുടങ്ങിയത് കൊണ്ട് അത്രേ എഴുതിപ്പിച്ചിട്ടുള്ളൂ. അങ്ങനെ പെന്നും പെൻസിലൊക്കെ എടുത്ത് റെഡിയായി. അങ്ങനെ നോട്ട് ബുക്കിൽ എഴുതാനൊക്കെ തുടങ്ങിയിട്ടാണ്. The marks out of 100 ആടുന്ന് മുതൽ ഫൈൻഡ് ദ അടുത്തുള്ള വരെ എഴുതി കൊടുത്തു. ക്വസ്റ്റ്യൻ നമ്പർ 1, 2 പിന്നെ 3 അതൊക്കെ എഴുതി കൊടുത്തിട്ടോ. അതിൽ മെയിനായിട്ട് ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് അങ്ങനത്തെയാണ്. പിന്നെ ഞാൻ ആൻസറൊക്കെ റഫിലേക്കായിട്ട് എഴുതിയിട്ട് കണ്ടുപിടിച്ചു. എന്നിട്ട് ഞാൻ നോട്ട് ബുക്കിലൊക്കെ എഴുതുന്നതാണ്. റേഞ്ച്, മീൻ അതൊക്കെ കണ്ടുപിടിക്കാനാട്ടോ ഇതിൽ പറയുന്നുള്ളത്. അപ്പോൾ ഞാനത് റഫിലേക്ക് കുറേ ചെയ്തു. എന്നിട്ട് ഞാൻ നോട്ട് ബുക്കിലേക്ക് എഴുതി കൊടുത്തു. ഇല്ലെങ്കിൽ മിസ്റ്റേക്കൊക്കെ വരില്ലേ, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു. റേഞ്ച്, ഹയസ്റ്റ്, ലോവസ്റ്റ് അതുപോലൊക്കെ ഞാൻ എഴുതി കൊടുത്തു. നെക്സ്റ്റ് പേജിൽ അങ്ങനെ തന്നെ എഴുതി കൊടുത്തു. അങ്ങനെ മാത്സ് ഹോംവർക്ക് കഴിയാനായിട്ടാണ്, ഫുള്ളായി. അങ്ങനെ ഞാൻ കണക്കൊക്കെ കൂട്ടി കഴിഞ്ഞു. ഇതെൻ്റെ ആർട്ട് ബുക്കാട്ടോ. നെക്സ്റ്റ് ആർട്ടാണ്. എനിക്ക് അടുത്ത് ചെയ്യാനുള്ളത് ആർട്ടാണ് കേട്ടോ. ഇപ്പോൾ തുടങ്ങിയത് കൊണ്ട് ഞാൻ കുറച്ച് സ്കൂളിൽ നിന്നും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാട്ടോ ഫിനിഷാക്കാനുള്ളത്. അപ്പോൾ ഇതെന്തോ ട്രെയിനിൻ്റെ എന്തോ സംഭവമാണ്. പിന്നെ അതിനെ മറിച്ചിട്ടാട്ടോ പിടിച്ചിട്ടുള്ള. എൻ്റെ ചൂബി പെൻസിൽസ് ഒന്നും ഇല്ല. ഞാൻ ഓർഡർ ആക്കിയതാട്ടോ. അപ്പോൾ അത് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ കയ്യിലുള്ള സാധാ പെൻസിലൊക്കെ വെച്ചിട്ടാട്ടോ ചെയ്യുന്നത്. ഇത് ചെയ്യാൻ അത്ര സിമ്പിളൊന്നുമല്ല കേട്ടോ. നല്ല പണിയാണ്. ഞാൻ എങ്ങനെയല്ലോ അതങ്ങ് തീർത്തു. ഇതിൽ ഞാൻ എല്ലാം ചെയ്യുന്ന ഇട്ടിട്ടില്ല. എന്താ വെച്ചാൽ ഇത് എനിക്ക് നാളെ പീരീഡ് ഉണ്ടായിരുന്നില്ല. ഞാൻ ഓരോ ദിവസം ഇങ്ങനെ വെച്ച് ചെയ്തതാണ്. അത്രയും കഷ്ടമായി, നല്ലോണം മടിയാവുന്നുണ്ട് ചെയ്യാൻ. ഒരു ലാസ്റ്റ് റോയിൽ ലൈറ്റായിട്ടുള്ള കളറാക്കി കൊടുക്കേണ്ടത്. അപ്പോൾ പെൻസിൽ ചെയ്യുന്ന സമയം നല്ലൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റിൽ ഡാർക്കല്ല, അതുപോലെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ 3 പെൻസിൽ വെച്ചിട്ട് എങ്ങനെയെല്ലാം ചെയ്തെടുത്തു. സ്കൂളിൽ നിന്ന് ഈ 3 പെൻസിൽ വെച്ചിട്ടാണ് ചെയ്തത്. പിന്നെ എന്തായാലും ഇവിടുന്ന് അങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ഇവിടുന്ന് അങ്ങനെ തന്നെ ചെയ്തു. അത് എടുക്കുന്നത് നിർത്തിയാലുണ്ടല്ലോ മൊത്തത്തിൽ കോളാകും. ഇപ്പോൾ നിർത്താതെ എല്ലാവരും ഇങ്ങനെ ചെയ്തുകൊണ്ട് പോയാൽ പ്രശ്നമില്ല. പിന്നെ ഞാൻ ഇറേസർ വെച്ചിട്ടൊക്കെ മായ്ച്ചിട്ട് പുറത്താവുന്നുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ എൻ്റെ ഇറേസറൊക്കെ വെച്ചിട്ട് മായ്ച്ചിട്ടൊക്കെ കൊടുത്തിട്ടാട്ടോ റെഡിയാക്കുന്നുള്ളത്. അവസാനത്തെ നല്ലോണം ഡാർക്കാവുന്ന സമയത്ത് ഞാൻ റബ്ബാക്കി കൊടുത്തു. പിന്നെ ഞാൻ ലെഡ് പെൻസിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്താ പറയുക, ഡാർക്കാവുന്നുണ്ട് നല്ലോണം. ലൈറ്റ് ആവാനും നമ്മളിങ്ങനെ പെൻസിൽ കൊള്ളാതെ ഇങ്ങനെ നല്ല പതുക്കെ ചെയ്യുമ്പോൾ അത് ശരിയാവുന്നുണ്ട്. ഇനിയും 3 ഇതുണ്ട് കേട്ടോ ചെയ്യാൻ. പീരീഡൊക്കെ ഉണ്ടാകാൻ നോക്കുകയാണ് കേട്ടോ ഡയറിയിൽ. അപ്പോഴൊക്കെ എൻ്റെ ഡയറിയിൽ ഞാൻ എന്ത് ചെയ്തിട്ടില്ല കേട്ടോ. തുടങ്ങിയപ്പോൾ ആ ഡയറി എടുത്തുകൊണ്ട് പിന്നെ ഞാൻ എൻ്റെ ഒരു റഫായിട്ടുള്ള ഡയറി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ നോക്കി. അപ്പോൾ തേഴ്സ്ഡേ, ഇന്ന് വെനസ്ഡേ, നാളെ തേഴ്സ്ഡേ. അപ്പോൾ തേഴ്സ്ഡേക്ക് പീരീഡ് ഇല്ല. സോ ഞാനത് അത്ര മതിയാച്ച് ഞാൻ വെച്ചു റൈസ്. പിന്നെ വേനയായി, സോ ഞാൻ വെച്ചു. ഇന്ന് ഫസ്റ്റ് പീരീഡ് ഇംഗ്ലീഷെല്ലാം ഉണ്ടായി. അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് എന്താ ഹോംവർക്കൊക്കെ ഉണ്ടായെന്ന് ഞാൻ നോക്കി. ഇതായിട്ടുണ്ട് ഇംഗ്ലീഷ് ബുക്ക്. ഫസ്റ്റ് ചാപ്റ്ററാണ്. ഫസ്റ്റ് ചാപ്റ്റർ ഒരു
ഇത് ആൻ എൻകൗണ്ടർ അറ്റ് ദ ലേക്ക് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ 4 എഴുതി പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ നല്ലോണം വായിച്ച് പഠിച്ചു കേട്ടോ. പിന്നെ ചാപ്റ്റർ വായിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനതൊക്കെ വായിച്ചു. പിന്നെ ക്വസ്റ്റ്യന് കുറേ ഉണ്ട്. പിന്നെ ഗ്രാമറൊന്നും എടുത്തിട്ടില്ല, അതൊക്കെ എടുക്കാനുണ്ട്. ഇപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ എഴുതാൻ മാത്രം തുടങ്ങിയതാണ്. പിന്നെ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ വായിച്ചു കേട്ടോ. തർസാനെ കുറിച്ചിട്ടാണ് മെയിൻ ക്യാരക്ടർ തർസാനാണ്. അപ്പോൾ ഇതൊരു ഫോറസ്റ്റിൽ ജീവിക്കുന്നൊരു ഇതാണ്. അങ്ങനെ അതൊക്കെ വായിച്ച് പഠിച്ചു. ഇത് 4 ക്വസ്റ്റ്യൻ്റെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനങ്ങനെ വായിച്ചിട്ടൊക്കെ പഠിച്ചു. ഒരു തർസാനെ കുറിച്ചിട്ടാണ് ഒരു മങ്കിയല്ല ആപ്സ് ഉണ്ടല്ലോ, അവരെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത് മെയിന്. പിന്നെ ഞാൻ സയൻസ് ആട്ടോ എടുത്തത്. ഇത് സയൻസ് ഇതെൻ്റെ ഓൾഡ് ബുക്കാണ്. സോ ഞാൻ സയൻസിൽ മാം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഇമ്പോർട്ടൻ്റ് ആക്കി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു ബുക്കുണ്ട്, ഇമ്പോർട്ടൻ്റ് ബുക്ക്. അപ്പോൾ അതിൽ എഴുതാൻ വേണ്ടിയാണ് ഞാൻ സയൻസ് ടെക്സ്റ്റ് എടുത്തത്. അപ്പോൾ ബാക്കിൽ സയൻസും ഫ്രണ്ടിൽ സോഷ്യലാണ്. അങ്ങനെ ഞാൻ എൻ്റെ പേരൊക്കെ എഴുതി കൊടുത്തു. എഴുതാൻ മറന്നത് കൊണ്ട് എഴുതി കൊടുത്തു. അങ്ങനെ ഇന്നെടുത്തത് സയൻസ് എന്നൊക്കെ എഴുതി ചാപ്റ്ററിൻ്റെ പേരൊക്കെ എഴുതിയിട്ട് ഡേറ്റൊക്കെ കൊടുത്തു. എന്നിട്ട് ഞാൻ ഫസ്റ്റ് പോയിൻ്റ് എന്താണെന്ന് പഠിപ്പിച്ച് അത് എഴുതാൻ തുടങ്ങി. സെല്ലാട്ടോ ഫസ്റ്റ് പഠിപ്പിച്ചത്. സയൻസ് കഴിഞ്ഞിട്ടായിട്ട് ഹിന്ദിയാണ് എടുത്തത്. പിന്നെ മലയാളം, സോഷ്യൽ സയൻസ് അങ്ങനെയൊക്കെ എടുത്തു. ഹിന്ദി വായിച്ചു, പിന്നെ ഹിന്ദി ടെക്സ്റ്റ് ബുക്ക് വായിച്ചു, മലയാളം വായിച്ചു, പിന്നെ സോഷ്യൽ സയൻസ് വായിച്ചു. പിന്നെ ഞാൻ അറബി നോക്കി. പിന്നെ എനിക്ക് സോഷ്യൽ സയൻസിൽ ഹോംവർക്ക് ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തപ്പോൾ എല്ലാ ഹോംവർക്കും കഴിഞ്ഞു. നെക്സ്റ്റ് സ്റ്റഡിങ്ങിൻ്റെ വീഡിയോ പാർട്ട് 2 ആയിട്ട് ഇടാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അണ്ടർ ദിസ് ബൈ ഫ്രം ഋതുവാസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക. ബൈ ബൈ.